നമസ്കാരം. ഇന്നൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വടക്കാഞ്ചേരിയിലുള്ള ഷിജുഭായി ആണ്. അപ്പോൾ ഇദ്ദേഹം ഒരു AC ടെക്നീഷ്യനാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് AC എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള AC ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു വലിയൊരു പ്രശ്നമാണ് അതെങ്ങനെ ക്ലീൻ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് എൻ്റെ ക്ലീനിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇദ്ദേഹം ഷിജുഭായിയുടെ അടുത്ത് നമുക്ക് തന്നെ ചോദിക്കാം ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇത് സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ ആണ്. 1.5 ടണ്ണിന്റെ LG ഡുവൽ ഇൻവെർട്ടർ AC ആണ്. നമ്മളിത് ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ 2 ടൈപ്പ് ക്ലീനിങ് ഉണ്ട്. ഇതിൽ വന്നിട്ട് നമ്മൾ ഇതിന്റെ മേലെ ഒരു ഫിൽറ്റർ ഉണ്ട്. ഇത് മാത്രം ക്ലീൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ കൂളിങ്ങിൽ ഒരു 100% 50% തണുപ്പ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അത് ശരി. ഇത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവർ നമുക്ക് മുഴുവനായിട്ട് റിമൂവ് ചെയ്തിട്ട് വാട്ടർ സർവീസ്, പമ്പ് സർവീസ്, ഈ പമ്പ് വെച്ച് സർവീസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% നമ്മൾ മെഷീൻ എങ്ങനെയാണോ ആദ്യം നമുക്ക് കിട്ടുന്നത് അതേപോലെയാവും. അതേപോലെ തന്നെയാണ് ഔട്ട്ഡോറിന്റെ ഇതിന്റെ ബാക്കിലത്തെ ഈ കണ്ടൻസർ ഉണ്ടല്ലോ, ഇത് നല്ലപോലെ ക്ലീൻ ചെയ്യണം. അപ്പോഴാണ് കണ്ടൻസേഷൻ നല്ലപോലെ നടക്കുള്ളൂ. ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ കണ്ടൻസർ. ആ ചൂട് വെളിയിൽ വെക്കുന്ന ഔട്ട്ഡോർ ഇത് ഔട്ട്ഡോർ യൂണിറ്റ്, ഇതാണ് പുറത്ത് വെക്കുന്നത്. ഇതിന്റെ കണ്ടൻസർ ഉണ്ടല്ലോ, ഇത് ചൂടായിക്കൊണ്ടിരിക്കും വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ ആ ചൂട് പുറത്ത് തള്ളാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഫാനും കൂടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഫാൻ ഉണ്ട്. ആ ഫാനാണ് ആ ചൂട് കാറ്റ് അതിൽ ചൂടാവുമ്പോ അത് പുറത്തോട്ട് തള്ളാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഫാന് വെച്ചിരിക്കുന്നത്. പിന്നെന്ന് പറയുന്നത് ഇത് ഇൻവെർട്ടർ ടൈപ്പ് AC ആയതുകൊണ്ട് ഇതിനകത്ത് ഇൻഡോറിലും ഔട്ട്ഡോറിനകത്തും ഇതിൽ ബോർഡ് വരുന്നുണ്ട്. അപ്പൊ ആ ബോർഡ് നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നല്ലപോലെ പാക്ക് ചെയ്തിട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് റിമൂവ് ചെയ്തിട്ട് സർവീസ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വെള്ളം വീഴാനുള്ള സാധ്യതയുണ്ടോ? ആ വെള്ളം വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കവർ അഴിച്ചിട്ട് ഈ PCBയുടെ സൈഡ് നല്ലപോലെ പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ മോട്ടർ വേറെ, PCB വേറെ, എല്ലാം വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് പിരിച്ചിട്ട് കൂളിംഗ് കോയിൽ, ബ്ലോവർ, ഇതിനകത്തൊരു ഫാന് വരുന്നുണ്ട്. ഈ ഫാനൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്താൽ തന്നെ മെഷീൻ പുതിയതുപോലെ ആവും. അപ്പൊ നമ്മളിപ്പോ ഇതൊന്നും അറിയാത്ത ഒരാള് ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് നമ്മളെ കൊണ്ട് ഒന്നും അറിയാത്ത ആള് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഫിൽറ്റർ ഇല്ലേ, ഈ ഫിൽറ്റർ ഇത് എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുക. ഇതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതൊരു ലോക്ക. ഈ സാധനം നമ്മൾക്ക് അറിയാത്ത ആൾക്കാർ നമ്മൾ കൊണ്ട് സ്വയം ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 2 സൈഡിൽ പിടിച്ച് ഇങ്ങനെ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ നമുക്ക് തനിയെ എടുക്കാൻ പറ്റും. ഇതിനകത്ത് ഈ ചെളി കണ്ട, ഇത് മുഴുവൻ നല്ലപോലെ ചെളി കയറിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എടുത്തിട്ട് നമുക്ക് വെള്ളം വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇട്ടാൽ തന്നെ കുറെ ആശ്വാസം കിട്ടും. ഇപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ ഒന്നും അറിയാത്ത ഒരാളിനെ സംബന്ധിച്ച് ഇതിപ്പോ അഴിച്ചെടുത്തിട്ടല്ല ഇത് ക്ലീൻ ചെയ്യുന്നത്. ഇത് ഭിത്തിക്ക് വെച്ചോണ്ടായിരിക്കുമല്ലോ ക്ലീൻ ചെയ്യുന്നത്. അതെ, ഭിത്തിക്ക് വെച്ച് 2 ടൈപ്പ് ക്ലീനിങ് ഉണ്ട്. അതായത് നമ്മൾ കവർ ഇല്ലേ, ഇതിനകത്തൊരു കവർ ഉണ്ട്. ആ കവർ ഇട്ടിട്ടും ക്ലീൻ ചെയ്യാം. അതാവുമ്പോ AC അഴിച്ചെടുക്കേണ്ട കാര്യമില്ല. അതപ്പോ അവിടെ തന്നെ റൂമിനകത്ത് വെച്ചിട്ട് തന്നെ മുഴുവൻ പാക്ക് ചെയ്തിട്ട് ഇതിന്റെ ഈ ചെളി വെള്ളം പുറത്തോട്ട് പോകുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ശരി, അങ്ങനെയും ചെയ്യാം. അതെങ്ങനെയാ ചെയ്യുന്നത് പറഞ്ഞു? അത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവർ ഉണ്ടാ, നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു കവർ ഉണ്ട്. ഈ കവറും കൊണ്ട് നമ്മള് ഇതിപ്പോ നമ്മള് ആമസോണിലോ ഓൺലൈനിലൊക്കെ കിട്ടുന്നത് തന്നെയാ. അത് ശരി, ഇത് കിട്ടുന്നതാ. ഈ കവർ വെച്ചിട്ട് നമ്മൾ റൂമിനകത്താണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ട് പാക്ക് ചെയ്യാം. AC മൊത്തത്തിൽ പാക്ക് ചെയ്യാൻ പറ്റും, ഇൻഡോർ മൊത്തത്തിൽ പാക്ക് ചെയ്യാൻ പറ്റും. പാക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സിബ് ഉണ്ട്. ഇത് തുറന്നിട്ട് കുറച്ച് ഇങ്ങനെ തുറന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൂളിംഗ് കോയിൽ ഇല്ലേ, ഇത് ഫുള്ളായിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ പെടും. അപ്പൊ പമ്പ്, ഈ പ്രഷർ പമ്പ് വെച്ചിട്ട് ഉള്ളിൽ തന്നെ അടിക്കാൻ പറ്റും. AC അഴിച്ചെടുക്കേണ്ട കാര്യമില്ല. ഈ ബാഗിനകത്ത് വിടും. ഇതിൽ കൂടെ പുറത്ത് ഇപ്പൊ ജനലിന്റെ അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് വിടും. അല്ലെങ്കിൽ അത് പറ്റാത്ത സ്ഥലമാണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റില് നമുക്ക് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുകൊണ്ട് കളഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. ഇതാകുമ്പോ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അന്നേരം നമ്മൾ ഭിത്തിക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ബോർഡിലേക്കൊക്കെ വീഴാനുള്ള സാധ്യത. അപ്പൊ നമ്മൾ അവിടെ പാക്ക് ചെയ്യണം നല്ലപോലെ. അപ്പൊ അന്നേരം അതുകൂടെ നമുക്ക് നമ്മുടെ പ്രഷർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അതായത് ഇത് ഓപ്പൺ, ഇപ്പൊ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ചെയ്തിട്ട് അത് ഭിത്തിക്ക് വെച്ചിട്ട് തന്നെ കവറിങ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നമ്മൾ അഴിച്ചു വെച്ച ഇത് നമ്മൾക്ക് ഇനിയിപ്പോ പാർട്ട് ആക്കിയിട്ട് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. റൂമിൽ ഫിറ്റ് ചെയ്ത മെഷീൻ മാത്രമാണ് നമ്മൾ ഈ കവർ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുക. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് ഇതിപ്പോ നമ്മൾ അഴിച്ചല്ലോ, ഔട്ട്ഡോറും ഇൻഡോറും അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിപ്പം ഇൻഡോർ ഇവിടെ വെച്ച് തന്നെ ഇതിന്റെ ക്യാപ്പ് ഒന്ന് എടുത്തിട്ട് എവിടൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തന്നെ അത് ഞാൻ അഴിച്ചിട്ട് കാണിച്ചു തരാം. ശരി. അപ്പൊ ഇതിന്റെ സ്ക്രൂ ഒക്കെ എവിടെ വരുന്നത്?
ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു സ്ക്രൂ വരും. 2 സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ശരി. എന്നിട്ട് നമ്മൾ ഈ സാധനം വലിച്ചെടുക്കാൻ പറ്റും. ഇതിനെ ലോക്കാ വേണ്ടല്ലേ. ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഈ 4 വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതില് ടോപ്പ് വശത്ത് പിടിച്ചു നിൽക്കുക. അപ്പൊ ഇതിങ്ങനെ മേലത്തെ കവർ മാത്രം റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ഫ്രണ്ടിലത്തെ ഫ്ലാപ്പ് അയച്ചെടുക്കുക. സ്വിങ് ആവണില്ലേ താഴോട്ടും മേലോട്ടും, അതിന്റെ ഫ്ലാപ്പാണിത്. അങ്ങനെ എസിയുടെ അസ്ഥികൂടം തെളിഞ്ഞു. അതെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മള് ഈ കിറ്റാണ് നമ്മൾ പാക്ക് ചെയ്ത് ഇപ്പൊ നമ്മൾ റൂമിനകത്ത് വെച്ച് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വശമില്ലേ, ഇവിടുന്ന് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ കൂളിംഗ് കോയിലിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമുക്ക് കൂളിംഗ് കോയില് ക്ലീൻ ചെയ്യാനുള്ളത്. പിന്നെ എന്ന് പറയുന്നത് ഈ ബ്ലോവർ ഇതേ ഇതുമാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ആ അകത്ത് വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അതെ 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 ഇതിനകത്താണ് കൂടുതലായിട്ട് അഴുക്ക് കയറുക. പിന്നെ ഫിൽറ്ററിനകത്ത് കയറും നല്ലപോലെ. അപ്പൊ അങ്ങനെയാണ് ഈ ബോർഡാണ് നമുക്ക് പാക്ക് ചെയ്തിട്ട് ഇതിലാണ് വെള്ളം കയറാൻ പറ്റാത്തത്. അപ്പൊ ഇതിനടിയിൽ ഒരു മോട്ടറും ഉണ്ട്. അപ്പൊ ആ മോട്ടറും ഇതും കൂടിയിട്ട് ഫുള്ളായിട്ട് അടിയോടെ പാക്ക് ചെയ്യണം. ഇത് ഭിത്തി വെച്ചുകൊണ്ട് തന്നെ പാക്ക് ചെയ്യാൻ കിട്ടും. നമുക്ക് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വശം വരും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അടിച്ച് ക്ലീൻ ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറാൻ പറ്റില്ല. അത് നമ്മൾ നോക്കിയിട്ട് തന്നെ ചെയ്യണം. അപ്പൊ ആ ഒരു ഇത് മാത്രം ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ സർവീസ് സുലഭമായി ചെയ്യാൻ പറ്റും. അതന്നെ ഇവിടെ തന്നെ ഫുള്ളായിട്ട് പാക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വീടുകളിൽ ഉപയോഗിക്കുന്ന AC-കളൊക്കെ മാക്സിമം ഇങ്ങനെ തന്നെ ചെയ്താൽ തന്നെ 100% കൂളിംഗ് കിട്ടും. അല്ലാത്ത പക്ഷം നമ്മള് ഇപ്പൊ ഗവൺമെന്റ് ഓഫീസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ എന്ന് വെച്ചാൽ നല്ലപോലെ പൊടി കയറും. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ മാത്രമേ കൂടുതലായിട്ട് AC അഴിച്ചു ചെയ്യേണ്ട കാര്യം വരുള്ളൂ. ഇനി അടുത്ത എന്റെ ഒരു സംശയം, നമ്മൾ ഇതിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ബൈ ചാൻസിൽ ഇതിനകത്ത് വെള്ളം വീണെന്ന് വിചാരിക്കാം, അപ്പൊ ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ മതിയല്ലോ. ഓഫ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഈ വെള്ളത്തിന്റെ അംശമില്ലേ ഈ ബോർഡിനകത്ത് പെട്ടാ നമ്മൾ ചിലപ്പോ നമ്മൾ അറിയുന്നില്ലല്ലോ ഈ സംഭവം ഇതിന്റെ ഉള്ളിൽ പെട്ടത്. ഇതിൽ പെട്ടിട്ട് നമ്മൾ ഓൺ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഷോർട്ട് സർക്യൂട്ട് ബോർഡ് കംപ്ലൈന്റ് ആയി. ഒന്നാമത്തെ ബോർഡ് ഈ ഇൻവെർട്ടർ ACയുടെ ബോർഡുകൾക്ക് എക്സ്പെൻസ് കൂടുതലാണ്. അത് ശരി. അപ്പൊ നമ്മൾ സർവീസിനായാലും റീപ്ലേസിനായാലും നല്ലപോലെ എക്സ്പെൻസ് വരും. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യുമ്പോൾ നല്ലപോലെ കൃത്യമായിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങാനും ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം വീണ് പോയാലോ എന്താ? വീണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ബോർഡ് കംപ്ലൈന്റ് ആയി പോകും. അപ്പൊ അത് നമുക്ക് നേരം കുറെ നേരം കഴിഞ്ഞിട്ട് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് അത് ചിലത് ഡ്രൈ ആയി പോകും. നമ്മള് കണ്ണിന്റെ മുന്നിൽ കാണുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. ഈ വശത്തൊക്കെ ആണെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങി കഴിയുന്ന ഇപ്പൊ മോട്ടറിന്റെ അവിടെ വശം നമുക്ക് ഇവിടെ നിന്ന് ഒറ്റ നോട്ടത്തിൽ അറിയില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോവർ ഇല്ലേ, എയർ അടിച്ചു വിടുക നല്ല മാക്സിമം എയർ. നമ്മൾ ഈ സർവീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വശത്തൊക്കെ നല്ലപോലെ എയർ അടിക്കുക. അത് വെച്ചിട്ട് എയർ അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഈ വശത്തുള്ള സേഫ്റ്റിക്ക് വേണമെങ്കിൽ നമുക്ക് എല്ലാ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഒരു വട്ടം ഒന്ന് എയർ അടിക്കുന്നത് നല്ലതാ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിൽ എവിടെയെങ്കിലും വെള്ളത്തിന്റെ അംശം നിൽക്കുന്നുണ്ടെങ്കിൽ അത് പോകുമല്ലോ. ശരി. അപ്പൊ അത് സേഫ്റ്റിക്ക് വേണ്ടി വെള്ളം വീണാലും ഇല്ലെങ്കിലും നമ്മൾ അടിക്കുന്നത്. അതെ അടിക്കുന്നത് നല്ലതാ, സേഫ്റ്റി ആയിട്ട്. ശരി. അപ്പൊ നമുക്ക് എന്റെ ക്ലീനിങ്ങിലേക്ക് കിടക്കാം. അതെ അതെ പാക്ക് ചെയ്യണല്ലേ? അതെ ഇത് നമ്മൾ പാക്ക് ചെയ്യുന്നതാ. സെല്ലോ ടേപ്പ് അടിക്കണം അല്ലേ? സെല്ലോ ടേപ്പ് അടിക്കണം, അല്ലെങ്കിൽ നമ്മള് ഈ സൈഡ് നല്ലപോലെ പാക്ക് ചെയ്യണേ. ശരി. AC നമ്മൾ ഈ തലക്കെട്ട് കൊടുക്കുന്നു. ഏത് തലക്കെട്ട് കൊടുക്കുന്നു? അതെ. നമ്മുടെ പ്രേക്ഷകർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സെല്ലോ ടേപ്പൊക്കെ വാങ്ങിച്ച് ഇത് ഫുൾ പാക്ക് ചെയ്ത് ഒരു ശകലം പോലും അതിനകത്ത് വെള്ളം കയറാത്ത രീതി വേണം നമ്മളത് ചെയ്യാനായിട്ട്. മെയിനായിട്ട് ഇതിന്റെ മോട്ടറിലോട്ട് വെള്ളം കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്ന് പറയുന്നത് അത്ര ഹെവി ആയിട്ടുള്ള ചെളി ഇല്ല, അതുകൊണ്ടാണ് ഈ പാർട്ടായിട്ട് അഴിക്കേണ്ട ഇത് വരുന്നില്ല. കൂളിംഗ് കോയിലില് കൂടുതലായിട്ട് ഫിൽറ്ററിലും ബ്ലോവറിലുമാണ് ചെളി. ശരി. നമുക്ക് ആ വെയിൽ അങ്ങോട്ട് വെച്ചിട്ട് അടിക്കാം.
ചുരുക്കം പറഞ്ഞാൽ അതിൽ എത്ര വെള്ളം അങ്ങനെ അടിച്ചാലും ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. അത് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ അടിക്കുമ്പോ നമ്മളിപ്പോ ഈ വെച്ച് അടിച്ചില്ലേ, ആ ബോർഡിന്റെ വശം മുകളിലോട്ടും ഈ വശം താഴോട്ടും വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കുമ്പോ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങുമല്ലോ. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കണം സ്വയം ചെയ്യുമ്പോഴേ. നമ്മുടെ ഇപ്പൊ എല്ലാ AC-യുടെയും യൂണിറ്റ് ഈ റൈറ്റ് സൈഡിൽ തന്നെ ആവണമെന്നില്ലല്ലോ. അല്ല, എല്ലാത്തിന്റെയും റൈറ്റ് സൈഡ് ബോർഡ് വരുന്നത് റൈറ്റ് സൈഡ് തന്നെയാ. ശരി. അപ്പൊ എല്ലാത്തിന്റെയും ക്ലീനിങ് ഇങ്ങനെ തന്നെ? എല്ലാ AC-യുടെ ഈ സ്പ്ലിറ്റ് എയർ കണ്ടീഷണറിന്റെ എല്ലാത്തിന്റെയും ഇങ്ങനെ തന്നെയാ വരിക. അത് ശരി, ഒരേപോലെ തന്നെയാ വരിക. റൈറ്റ് സൈഡ് ബോർഡ് വരും. ഇപ്പൊ ഈ ഫിൽറ്ററിന്റെ കളർ ഇതാണ്. ഇപ്പൊ കാണില്ല, ഈ ചെളി കാണുന്നുണ്ടല്ലോ നല്ലപോലെ. ഇത് ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെ തിരിച്ച് വെച്ച് ക്ലീൻ ചെയ്യണം. ഇങ്ങനെയല്ല വെച്ചടിക്കേണ്ടത്, ഇങ്ങനെ വെച്ചടിക്കണം. അകത്തുനിന്ന് പുറത്തോട്ട് അങ്ങനെ അടിക്കണം. അപ്പൊ മാറ്റം അറിയുന്നുണ്ടോ? രണ്ടിന്റെ കളർ വ്യത്യാസം അറിയുന്നുണ്ടോ? ഇത്രയും ക്ലിയർ ആവണം, എന്നാൽ മാത്രമേ അതായത് ഇൻഡോർ യൂണിറ്റിൽ എയർ ഫ്രഷ് എയർ വലിച്ചെടുക്കാനുള്ള ഇത് കിട്ടും. എന്തോരം പൊടി ഉണ്ടായിരുന്നല്ലേ? പുത്തം പോലെ ആയില്ലേ? അതെ. അടിപൊളി. അടിയിൽ ഒരു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന AC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ക്ലീൻ ചെയ്തിട്ടാ അത് മാത്രമായിട്ട് അടിച്ച് ക്ലീൻ ചെയ്താലും മതി. അത്യാവശ്യം കുറച്ച് നല്ല പെർഫോമൻസ് കിട്ടും. അതായത് മാസത്തിൽ ഒരിക്കലും ഇത് ക്ലീൻ ചെയ്യാം. അതെ. മറ്റേ ഇത് ഇങ്ങനെയുള്ള വർഷത്തിലൊരിക്കൽ ക്ലീൻ ചെയ്താൽ മതിയാവും. അത് ഉപയോഗിക്കുന്ന AC-കളൊക്കെ ആണെങ്കിൽ 1 ഇയർ. അത് ഒത്തിരി പൊടിയുള്ള സ്ഥലത്താണെങ്കിൽ അതിനനുസരിച്ച് 6 മാസം കൂടുമ്പോൾ ചെയ്യേണ്ടി വരും. ഷോപ്പുകളിലൊക്കെ ആണെങ്കിലാണ് കൂടുതലായിട്ട് വേണ്ടി വരും. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതല്ലേ? എത്ര കിലോ ഉദ്ദേശം കാണും? ഔട്ട്ഡോർ വെയിറ്റിന്റെ എന്താ 40-45 കിലോ ഉണ്ടോ? ശരി. അതെ. ഈ ഫ്രണ്ടിലെ ഈ കവറില്ലേ, ഇത് മാത്രം നമുക്കൊന്ന് അഴിച്ചെടുത്തിട്ടേ. കൂടുതലായിട്ട് ചെളി ഈ വശത്താ ഉള്ളത്. അപ്പൊ നമ്മുടെ ഇത് അഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള ചെളി നമുക്ക് എടുക്കാം. അത് ശരി. അതിന്റെ അകത്ത് വെള്ളം പോയെന്ന് വെച്ചാൽ കുഴപ്പമില്ലല്ലേ? ഇതിനകത്ത് കംപ്രസറിനകത്ത് ഇവിടേക്ക് വെള്ളം കയറൂല. ഇവിടേക്ക് അങ്ങനെ ഈ കവർ ചെയ്തുകൊണ്ട് കംപ്രസറിന്റെ അവിടേക്ക് വെള്ളം കയറൂല. അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് ഇവിടെ അടിക്കുമ്പോ ഇങ്ങനെ അടിക്കുമ്പോ നോക്കിയിട്ടേ അടിക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ബോർഡും കംപ്രസറും വരുന്നത് ഇതിനകത്ത്. അത് ശരി. ഇങ്ങോട്ട് ഇങ്ങനെ അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് വെള്ളം കയറൂല. അപ്പൊ ഇതില് താഴോട്ട് അടിച്ചാൽ മാത്രം ഔട്ട്ഡോർ സാധാരണ എല്ലാം വീട്ടില് അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഔട്ട്ഡോർ അവിടെ തന്നെ ഉണ്ടാകും. നമ്മൾ ഈ പമ്പ് ഗണ്ണ് മേലോട്ട് എടുത്തിട്ട് അവിടെ തന്നെ അടിച്ചു കൊടുക്കും. അത് ശരി. ശരി. ബാക്ക് സൈഡിലെ കണ്ടൻസർ ആണ് നമ്മൾ ഈ സൈഡിലെ. ഇതാണ് നല്ലപോലെ ബ്ലോക്ക് ആകാതെ കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത്. ഇതിലെ ചെളി അടച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആവും. അത് ശരി. കണ്ടൻസർ ഓവർ ഹീറ്റ് ആയും കംപ്രസറിനൊക്കെ ലോഡ് കൂടും. പ്രോപ്പറായിട്ട് കണ്ടൻസേഷൻ നടക്കാത്തോണ്ടേ. അത് ശരി. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്യണം. അപ്പോഴും മെയിനായിട്ട് ഇവിടുത്തെ ഈ ഒരു ഭംഗിയല്ല നോക്കേണ്ടത്, ഈ ബാക്ക് സൈഡാണ്
അത് ശരി, ക്ലീൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ ഇത് ഭിത്തി മുകളില് വെളിയിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലേ ഇത് ബാക്ക് സൈഡ് ആയിരിക്കുമല്ലോ. അതെ. അപ്പൊ അത് ചിലപ്പം ഈ പല ബിൽഡിങ്ങുകളിലും താഴെ ഡ്രിൽ ചെയ്ത് വെച്ചിരിക്കുമല്ലോ. ഡ്രിൽ ചെയ്ത് വെച്ചാലും മെഷീന്റെ ബാക്ക് സൈഡില് സാധാരണ ഒരടിക്കെങ്കിലും ഗ്യാപ്പ് കൊടുക്കും. അത് ചിലവര് വന്നിട്ട് 6 ഇഞ്ച് 7 ഇഞ്ച് വരെയൊക്കെ ചിലപ്പോ കൊടുക്കാം. ഈ ഗ്യാപ്പിൽ നിന്നിട്ട് തന്നെ നമുക്ക് ഇപ്പൊ 100 വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ലെവലില് ഇനി ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ബാക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുക. അങ്ങനെ അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ മോട്ടറൊക്കെ വരുന്നുണ്ട്. അത് ശരി. അപ്പൊ നമ്മൾ അവിടുന്ന് ആ ഫാനിന്റെ അവിടെ നിന്ന് അതന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അടിക്കാൻ പറ്റില്ല. മോട്ടർ ഈ സൈഡിൽ ഇതിന്റെ ഉള്ളിൽ വരുന്നോണ്ട് അത് ശരി. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെന്ന് ഇങ്ങനെ അടിക്കുമ്പോഴേ കണ്ടൻസർ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആകുക. അത് ശരി. ഇതിന്റെ ഔട്ട്ഡോറിന്റെ കണ്ടൻസറും എല്ലാം ഫുള്ളായി ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പുതിയ യൂണിറ്റ് എങ്ങനെയാണോ അതേ ലെവലിലാണ് ഇപ്പൊ കണ്ടൻസറും എല്ലാ യൂണിറ്റും ഇരിക്കുന്നത്. ഇൻഡോറും ഔട്ട്ഡോറും. ശരി. വീട്ടിൽ ഇതുപോലൊരു പമ്പ് വാങ്ങിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഈ പമ്പിന് എന്ത് വില വരും? ഇതിന് 5500 രൂപയോളം വന്നു എടുക്കും. ഇതാകുമ്പോ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വണ്ടി കഴുകാനും ഒക്കെ ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾക്ക്, വീട് കഴുകാനും ഭിത്തി കഴുകാനും പായൽ കഴുകാനും ഒക്കെ ഒരു പായലും അതിലൊക്കെ കഴുകണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി പ്രഷർ കൂടുതലായിട്ടുള്ള വേണം. ചെറിയ ഉപയോഗങ്ങൾക്ക് ഇത് മതി. എന്താ വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ഈ കൂളിംഗ് കോയിലും കണ്ടൻസറും അടിക്കുമ്പോഴേ അധികം പ്രഷർ ആയി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് നാശവും. അത് ശരി. നല്ല രീതിയിൽ നമുക്ക് AC എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് പറഞ്ഞു തന്നു. സാധാരണ രീതിയിൽ ഇത് നിങ്ങളെ വയറ്റത്തടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാടുപ്പെട്ടവർക്കൊന്നും ഇതൊന്നും പറഞ്ഞു തരുന്നതിന് വലിയ താല്പര്യം ഉണ്ടാകുന്നില്ല. ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല. ഇതിപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളിനെ വിളിക്കുക, ഒരാളുടെ ഹെൽപ്പ് ആവശ്യമില്ലല്ലോ. ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ബോർഡിന്റെയും കാര്യങ്ങൾ. അത് ആ വശവും മോട്ടറിന്റെ ആ സൈഡൊക്കെ ഒന്ന് നല്ലപോലെ കെയർ ചെയ്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും ഷിജുബായുടെ നമ്പർ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കാം. താങ്കൾക്ക് ഇപ്പം നമ്മുടേതെന്ന് വെച്ചാൽ പല വേൾഡ് വൈഡ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പൊ താങ്കൾക്ക് പാലക്കാട് ജില്ലയാണ് താങ്കൾക്ക് പോകാൻ പറ്റുന്ന ഡിസ്റ്റൻസ് മാക്സിമം ഏത് ജില്ല വരെ പോകാൻ പറ്റും? എനിക്ക് പാലക്കാടും തൃശ്ശൂരും തന്നെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അത് ശരി. കൂടുതലായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടെ ഒരാളും കൂടിയാണ്. മലപ്പുറം പറ്റില്ലേ? അടുത്തല്ലേ ജില്ലയിൽ? മലപ്പുറം ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയ ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് എത്തിച്ചേരുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ കൊണ്ട് ഇപ്പൊ എന്താ വെച്ചാൽ ഞാൻ സ്വന്തമായി ഷോപ്പ് ഇട്ടിരിക്കുക. എനിക്ക് വടക്കഞ്ചേരി കൂൾ സെൻസ് എന്ന് പറഞ്ഞിട്ട് വടക്കഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിന്റെ നിയർ ആയിട്ട് വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയുടെ നിയർ ആയിട്ട് കൂൾ സെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട്. അതാണ് എന്റെ ഷോപ്പാണത്. ഒരു എന്റെ കൂടെ ഒരു ഹെൽപ്പറും കൂടെ. താങ്കൾ ഇവിടെ വർക്കിന് വരുന്ന സമയത്ത് വർക്കിംഗ് ഡേയിൽ അവിടെ കടയിൽ ആളുണ്ടാവോ? ഇല്ല, കടയിൽ പറഞ്ഞാൽ ചില സമയത്ത് എന്റെ വൈഫ് കടയിൽ വന്നിരിക്കും. സെയിൽസ് ഉണ്ടോ അവിടെ? ഇല്ല, സെയിൽസ് ഇല്ല. സർവീസ് AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, ഇതിന്റെ സർവീസ്. അത് ശരി. AC ഇൻസ്റ്റാളേഷൻ. അപ്പൊ തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും AC-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് വർക്കുകൾ ആവശ്യമുണ്ടെങ്കിലും പിന്നെ നമ്മുടെ ഷിജുവിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അദ്ദേഹം വാങ്ങുന്നത്. സാധാരണ ഞാനിപ്പോൾ വേറൊരു കക്ഷി എടുത്ത് ഞാനിത് ഒന്ന് സർവീസ് ചെയ്യുന്നതിനോട് വിളിച്ച സമയത്ത് കൂടുതൽ റേറ്റ് ആണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഷിജുഭായി വളരെ റീസണബിൾ ആയിട്ട് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ചുമ്മാ നിങ്ങളടുത്ത് പൊക്കി പറയല്ല, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്. ചെയ്യുന്ന ജോലിയോട് 100% ആത്മാർത്ഥത പുലർന്ന ഒരു വ്യക്തിയാണ്. അപ്പം തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും AC, പിന്നെ ഫ്രിഡ്ജ്, ഓവൻ, വാഷിംഗ് മെഷീൻ ഇത്രയും കാര്യങ്ങളുടെ വർക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ സ്ക്രീനിൽ ഷിജുഭായിയുടെ നമ്പർ ഞാൻ ഷെയർ ചെയ്തേക്കാം. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇത്ര നേരം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം.